ബ്ലൈൻഡ്സ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ലൈവിനകത്ത്. വീടിനെ ഒരു ഹോട്ടലാക്കി മാറ്റാനായിരിക്കണം എല്ലാവരെയും വെളിയിൽ ഇരുത്തിയിരിക്കുന്നത്. പല അലങ്കാര പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് സായും സിജോയും കൂടി ഒരു മെയിൻ എൻട്രൻസിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സിജോ പറയുന്നു, ഈ പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചയെങ്കിൽ ഡെഡ് ആണ്, അഭിഷേകിനെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അർജുനും അടുത്തിരിപ്പുണ്ട്. അർജുൻ യോജിക്കുന്നുണ്ടാവും സിജോ പറഞ്ഞതിനോട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. സായി വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ വീട്ടിലെ ആർട്ടിസ്റ്റുകളുടെ ഒരു വിഷയത്തിലും ഞാൻ ഇടപെടില്ല. അൻസിബ, ശ്രീരേഖ, ശ്രീതു, അപ്സര, ശരണ്യ, ഈ 5 പേരെയും ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഞാനില്ല. അവര് മൈൻഡിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. ആ സമയത്ത് സിജോ സായിയോട് ശരണ്യ അപ്സര പ്രശ്നത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ സായി ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുള്ളി അവരുടെ ടീമിലുള്ള ആളാണല്ലോ, അതുകൊണ്ടായിരിക്കാം സിജോ ചോദിച്ചത് എന്താണ് പ്രശ്നം എന്നുള്ളത്. രണ്ടുപേരുടെ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇത്. വേറുള്ളവരും പിന്നെ അഭിഷേകും അപ്പുറത്തിരുന്ന് ഹിന്ദി, തമിഴ്, മലയാളം തുടങ്ങിയ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗസ്റ്റുകൾ വരുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ ഒരു കംപ്ലീറ്റ് മൂഡ് തന്നെ ഷിഫ്റ്റ് ആവും ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്കും. ടാസ്ക് തുടങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ടാസ്ക് തുടങ്ങുമ്പോൾ മൊത്തത്തിൽ ആംബിയൻസേ മാറും ലൈവിനകത്തെ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.